റെഡ്മിയുടെ റെഡ്മി 7 എന്നുള്ള ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ആയിരിക്കുകയാണ്. റെഡ്മി 6 എന്നുള്ള ഫോണിന്റെ സക്സസർ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. റെഡ്മി 7 വരുന്നത് ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി 7 എന്നുള്ള ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അടുത്തു വരുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. റെഡ്മി 7 വരുന്നത് റിയൽമി 3 അതുപോലെ Asus Zenfone Max Pro M1 Max M2 പോലുള്ള ഫോണുകളുടെ ഒക്കെ ഒരു പ്രൈസ് റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ഇടയിൽ ഞാൻ ചിലപ്പോൾ ഈ ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്തേക്കാം. ആദ്യം ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ റെഡ്മി 7ന്റെ ഡിസ്പ്ലേ വരുന്നത് 6.26 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. നോച്ച് എന്ന് പറയുന്നത് ഒരു ഡോട്ട് നോച്ച് ഡിസൈൻ ആണ്. ഡോട്ട് നോച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ പോലത്തെ ഒരു ഡിസൈൻ ആണ്. പിന്നെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ 8000 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ ഇതൊരു പ്രശ്നമല്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാ ഫോണിലും HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 9000 രൂപ എന്ന പ്രൈസ് റേഞ്ചിലും വലിയ പ്രശ്നമല്ല. ഇനി അതല്ല, നിങ്ങൾക്ക് ഫുൾ HD+ ഡിസ്പ്ലേ ഉള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വേറെ ഫോണുകൾ ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് Asus Zenfone Max Pro M1 പോലുള്ള ഫോണുകളൊക്കെ. പിന്നെ ഡിസ്പ്ലേയിൽ ഈ ഒരു ഫോണിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെ ഫോണുകളിൽ ഒന്നും തന്നെ നമുക്ക് Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഈ ഒരു ഫോണ് സ്പ്ലാഷ് പ്രൂഫ് ആണ്. അതുപോലെ ബാക്ക് ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ ഔറ സ്മോക്ക് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഗ്രേഡിയൻ കളർ ഫിനിഷ് പോലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതും. ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 632 എന്നുള്ള ഒരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്, പ്രത്യേകിച്ച് 8000 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ. പക്ഷേ 9000 രൂപ എന്ന പ്രൈസ് റേഞ്ചിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഇതിനേക്കാൾ നല്ല ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു നല്ല ഗെയിമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമി 3 എന്നുള്ള ഫോൺ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആ ഒരു ഫോണിൽ നമുക്ക് ഹീലിയോ P70 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. ഇതിനേക്കാൾ നല്ല ഒരു പ്രോസസ്സറാണ് ആ ഒരു പ്രോസസ്സർ. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോണിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ലഭിക്കുന്നതായിരിക്കും. അതല്ല, നിങ്ങൾക്ക് റെഡ്മിയുടെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 1000 രൂപയും കൂടി കൂട്ടിയിട്ട് റെഡ്മി നോട്ട് 7 എന്നുള്ള ഫോൺ എടുക്കാവുന്നതാണ്. അതാകുമ്പോൾ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ഉള്ള ഒരു ഡിസ്പ്ലേയും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അതല്ല, നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ഒരു ഹെവി യൂസർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 632 എന്നുള്ളത് അത്ര മോശം പ്രോസസ്സറൊന്നുമല്ല. പിന്നെ ഈ ഒരു ഫോണിൽ 2 GB റാം ആണ് ബേസ് വേരിയന്റിൽ വരുന്നത്. 3 GB റാമുമായിട്ട് വരുന്ന ഒരു വെർഷനും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. 32 GB ഇന്റേണൽ ആണ് നമുക്ക് 2 വെർഷൻസിലും ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ്രോയിഡ് 9 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിൻ ക്യാമറ വരുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലാണ്. 12 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ സെൻസറും 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ്. ഈ ഫോണിൽ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഫിംഗർ പ്രിന്റ് സെൻസർ ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ IR ബ്ലാസ്റ്റർ സെൻസർ നമുക്ക് ലഭിക്കുന്നുണ്ട്. 4000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഫോണിന്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 2 GB റാം 32 GB ഇന്റേണൽ വേരിയന്റിന്റെ വില വരുന്നത് 7999 രൂപയും 3 GB റാം 32 GB ഇന്റേണൽ വേരിയന്റിന്റെ വില വരുന്നത് 8999 രൂപയുമാണ്. ഏപ്രിൽ 29 മുതൽ ആമസോൺ വഴിയും mi.com വഴിയുമാണ് ഇതിന്റെ സെയിൽ നടക്കുന്നത്. ഈ ഒരു ഫോൺ എടുക്കുന്നവർക്ക് ജിയോയുടെ ഒരു ഓഫർ ലഭിക്കുന്നുണ്ട്. ജിയോയുടെ റീചാർജ് ചെയ്യുമ്പോൾ ഇരട്ടി ഡാറ്റ ആയിരിക്കും ലഭിക്കുക, അതും 4 കൊല്ലത്തിന്. പിന്നെ ഈ ഫോണിനെ പറ്റി ഓവറോൾ പറയുകയാണെങ്കിൽ വളരെ മികച്ച ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ നല്ല ഫോണുകൾ വേറെ വരുന്നുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ എടുക്കുന്നതിലും നല്ലത് റിയൽമി 3 എടുക്കുന്നതായിരിക്കും. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടി പൈസ കൂട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ 1000 രൂപയും കൂടി കൂട്ടിയിട്ട് റെഡ്മി നോട്ട് 7 എടുക്കുന്നതും കുഴപ്പമില്ലാത്തൊരു ഓപ്ഷൻ തന്നെയാണ്.